بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വിശുദ്ധ റമദാൻ ഏറ്റവും വിശിഷ്ടമായ ദിവസങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ ദിവസങ്ങളും സമയങ്ങളും പരമാവധി ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സത്യവിശ്വാസികൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ എന്ന അധ്യായം നമുക്കറിയാം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അവിടെ വൽ അസ്ർ എന്നതിന് നമ്മൾ സാധാരണ കാലമാണേ സത്യം എന്നാണ് അർത്ഥം പറയാറ്. ആ അർത്ഥം അതിനുള്ളതോടൊപ്പം അസ്ർ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക, ഊറ്റിയെടുക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ആ പഴത്തിന്റെ സത്ത മുഴുവനായി നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ യഅ്സിറൂൻ എന്ന ഒരു വാക്ക് കാണാം. അവിടെ പഴസത്ത് പുറത്തെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വൽ അസ്ർ എന്ന ആ ആയത്തിന് കാലം എന്നതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരാശയം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആയുസ്സിനെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഊറ്റിയെടുത്ത് പിഴിഞ്ഞെടുത്ത് മുതലാക്കുക എന്നാണ് അതിന്റെ ആശയം. ഈ അർത്ഥത്തിൽ ഇനിയുള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നത് വളരെയധികം പ്രധാനമാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഉപയോഗപ്പെടുത്തുമ്പോൾ റമദാൻ കഴിയുമ്പോഴേക്ക് സംഭവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ സ്വാമഹു വഖാമഹു ഈമാനൻ വഹ്തിസാബൻ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. റമദാൻ മാസം നോമ്പ് നോൽക്കുകയും നിന്ന് നമസ്കരിക്കുകയും ഈമാനോടും ഇഹ്തിസാബോടും കൂടി യഥാർത്ഥമായ വിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടും കൂടി നോമ്പ് നോൽക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. നവജാത ശിശുവിനെ പോലെ പാപങ്ങളിൽ നിന്ന് അയാൾ പുറത്തു വരും. ഹജ്ജിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം റമദാൻ മാസത്തെ ഫലപ്രദമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിഴിഞ്ഞെടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ റമദാൻ കഴിയുമ്പോഴേക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായി ഒരു നവജാത ശിശുവിന്റെ വിശുദ്ധിയോടുകൂടി പുതിയൊരു ജന്മം നമുക്കുണ്ടാവുന്നു. ആ ഒരു പുതിയ ജന്മത്തിന്റെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഫത്തറ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം അശഖു തൂലൻ, ഒരു സാധനം നീളത്തിൽ കീറി പിളർന്നു വരിക എന്നാണ്. ഭൂമി പിളരുക, ഇതിന് ഫത്തറ എന്ന് പറയും. ഫുത്തുർ എന്ന് പറഞ്ഞാൽ അൽ കം എന്ന് പറഞ്ഞാൽ കൂന് എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തു നമുക്കറിയാം. അതിന് ഫുത്തുർ എന്നാണ് പറയാ. അതിങ്ങനെ ഭൂമി പിളർന്ന് ഉണ്ടാകുന്ന വളരെ വിശുദ്ധമായ ഒരു സാധനം. അപ്പോ ഫത്തറ എന്ന വാക്കിന്റെ, ഈദുൽ ഫിത്തർ എന്ന ഫത്തറ എന്ന വാക്കിന്റെ ശരിയായ ആശയം ഈജാദു ശൈഇ വ ഇബ്ദാഉഹു അലാ ഹൈഅത്തിൻ മുതറശ്ശിഹത്തിൻ ലിഫഇലി മിനൽ അഫ്ആൽ. ഉദ്ദേശിച്ച ഒരു പ്രവർത്തനത്തിന് വേണ്ടി, ഒരാള് ഉദ്ദേശിച്ച ഒരു പ്രവർത്തനത്തിന് വേണ്ടി നിർദ്ദിഷ്ടമായ രീതിയിൽ ഒരു സാധനത്തെ ഉണ്ടാക്കുക എന്നാണ് ആ വാക്കിന്റെ യഥാർത്ഥ ആശയം. എന്ന് പറഞ്ഞാൽ നോമ്പിന് വേണ്ടിയല്ല, നോമ്പിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ഒരു സംഗതി വേറെ ഉണ്ട്. അതെന്താണ്? ഒരു പുതിയ മനുഷ്യനെ ശാരീരികമായും മാനസികമായും വിശുദ്ധമായ ഒരു പുതിയ മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വർഷാന്തം നടക്കുന്ന ഒരു നവീകരണ പ്രവൃത്തിയാണ്
റമദാൻ എന്നാണ് പറയുന്നത്. അപ്പൊ റമദാനിലൂടെ അള്ളാഹു അതിനുശേഷമുള്ള കാലങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയെ ഒരു പുതിയ നിർമ്മിതിയാക്കി പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. ആ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ റമദാൻ കഴിയുന്നതോടുകൂടി ഒരു പുതിയ ഒരു മനുഷ്യൻ തീർച്ചയായും ഉണ്ടായിത്തീർന്നു. ആ ഒരു പുതിയ മനുഷ്യൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റമദാനിലെ നോമ്പിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഖുർആൻ പഠനത്തിലൂടെയും പാരായണത്തിലൂടെയും ഒക്കെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ സഞ്ചാരത്തിലൂടെയാണ്. നോമ്പ് നോൽക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് സയ്യാഹൂന, സായിഹൂന, സായിഹാത്ത് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നോമ്പുകാരെന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും സയ്യാഹൂന, സിയാഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ ടൂറ്, യാത്ര എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സായിഹൂന എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആത്മീയമായ യാത്ര ചെയ്യുന്ന ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ യഥാർത്ഥത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ ശരീരത്തിനും അപ്പുറമുള്ള ഒരു ആത്മാവ് മുൻനിർത്തിക്കൊണ്ട് ആത്മാവിന്റെ ബലത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. ഒരുപാട് ആത്മീയ ലോകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുമായുള്ള ബന്ധങ്ങളിൽ, അതേപോലെ തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ ഒക്കെ ഭൗതിക തലത്തിൽ നിന്നപ്പുറം ഊന്നി നിന്നുകൊണ്ട് ഒരു ആത്മീയ ലോകത്തിലൂടെ 30 ദിവസം സത്യവിശ്വാസികൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം, ശരീരത്തിന് നമ്മൾ വിചാരിച്ചതുപോലെ ചില സമയത്ത് നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശാരീരികമായ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാകുന്നു. അങ്ങനെയാണ് എങ്കിലും അതിനേക്കാൾ ഉയർന്ന ഒരവസ്ഥയിൽ ആത്മീയമായി ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഈ ആത്മീയമായ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പൊ നോമ്പ് നിൽക്കുന്ന ആളുകള് ആത്മീയ സഞ്ചാരികളാണ്. ആ സഞ്ചാരികളായ ആളുകൾ ആ ആത്മീയതയുടെ എല്ലാ ഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ നേരെ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ഉപദേശവും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാതരം രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും ശമനമായിട്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ഫളിന്റെയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ റമദാനിൽ ഈ ഖുർആനും നിങ്ങൾക്ക് കിട്ടിയത്. ആ ഖുർആൻ കിട്ടിയ സന്തോഷം ഫല്യഫ്രഹു ഫബിദാലിക ഫല്യഫ്രഹു. ഫബിദാലിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ഏതുകൊണ്ട്? ഖുർആൻ അവതരിച്ചത് കൊണ്ട് ഫല്യഫ്രഹു, സത്യവിശ്വാസികൾ എന്താവട്ടെ? സന്തോഷിക്കട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, ഭൗതികമായി അവർ സമ്പാദിച്ചു വെച്ച ഒരുമിച്ച് കൂട്ടിയ എല്ലാറ്റിനേക്കാളും ഉത്തമം ഈ ഖുർആനാണ്. അപ്പൊ ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആത്മീയമായ സഞ്ചാരത്തിലൂടെ നമുക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലൂടെ പുതിയൊരു ലോകത്തിലേക്ക് നവജാത ശിശുവിന്റെ വിശുദ്ധിയോടുകൂടി പ്രവേശിക്കാൻ പോകുന്ന ഏറ്റവും നമുക്ക് കിട്ടിയ അവസാനത്തെ സന്ദർഭങ്ങളാണ്. അതാണ് വൽ അസ്ർ എന്നുകൊണ്ട് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള സമയങ്ങൾ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ, പിഴിഞ്ഞെടുക്കാൻ മാക്സിമം എത്ര ഊറ്റാൻ കഴിയുമോ. നമ്മൾ ഈ കടുംവെട്ട് എന്നൊക്കെ പറയും, റബ്ബർ ടാപ്പിങ്ങിലൊക്കെ കടുംവെട്ട് എന്ന് പറയുന്ന മാതിരി എത്രമാത്രം നമുക്കത് നന്മകളിലൂടെ, അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകളിലൂടെ, പരലോക ബോധത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ ഈ ദിവസങ്ങളെ പരമാവധി ഊറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി ഈ ഇനിയുള്ള ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും അതിന്റെ ആത്മീയമായ ഫലങ്ങൾ നേടിയെടുക്കാനും ആ ഒരു നേട്ടത്തിലൂടെ പെരുന്നാളിലേക്ക് പ്രവേശിക്കാനും കഴിയുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.